യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി കുറച്ച് നേരം ഇത് ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കോഴിയുടെ എല്ലും കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ബിരിയാണിക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പീസുകളും കുറച്ച് എല്ലും കഷ്ണങ്ങളും മാത്രം ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. പുതിന, കറിവേപ്പില, മല്ലിയില എല്ലാം പാടെ മിക്സ് ചെയ്യാം. പച്ചമുളക് ചതച്ചിടുന്നുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചതച്ചിടുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് ഇട്ടിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര വിസിൽ വെക്കേണ്ടി വരും? 1 2 ഒറ്റ വിസിലാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വേവിച്ചെടുക്കണതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു വിസിലിനുള്ള വെള്ളം മാത്രം.
നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് മസാല തേച്ച് വെച്ച് ചിക്കൻ എടുത്ത് അതിൽ കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം. ഇത്ര മതിയോ? ഒരു ഗ്ലാസ് ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം അല്ലേ? ഇളക്കി ഇളക്കി കൊടുത്ത് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. വെന്ത കുറച്ച് ഒരു വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുക്കർ നമ്മൾ ഗ്രീൻ പീസ് പച്ചപ്പട്ടാണി നമ്മൾ നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ട് വെള്ളം ഒഴിക്കണ്ട അതിൽ. ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് എത്ര വിസിൽ വരെ വേവിക്കണം? 2 വിസിൽ വേണം. 2 വിസിൽ വേവിക്കണം. അപ്പോൾ നമുക്കിനി ഇത് 2 വിസിൽ അടിച്ചതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ അതുവരെ അപ്പോൾ 2 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സ്ലിം ആക്കിയിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് എടുക്കാം. അടിച്ചു കഴിഞ്ഞു സ്ലിം. അപ്പോൾ അത് അല്പം ഓഫാക്കി ഇടാം. ഗ്രീൻ പീസ് ഇനി കുറച്ച് നേരം ആ കുക്കറിലുള്ള പ്രഷറിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം കുറച്ച് വെള്ളം നമ്മൾ വീത്തിയിട്ടുള്ളൂ. ഇത് ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ടാണ് നമ്മൾ അധികം വെള്ളം വീത്താത്തത്. ഏകദേശം 3/4 വേവോളം ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വേവിച്ചെടുക്കാം. അത് നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്യണം. ഇതിൽ എത്ര സവോള എടുത്തിട്ടുണ്ട്? 3 എണ്ണം. 3 സവോളയാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സവോള നന്നായിട്ട് വേവണം. അപ്പോൾ അതിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി അരച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒരു ടീസ്പൂണിൽ ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്, അതൊരു ടീസ്പൂണ്. ഇഞ്ചിയും 1 ടീസ്പൂൺ.
ഇഞ്ചി 2 ടീസ്പൂൺ, പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം പാടെ ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ഇതിലേക്ക് തക്കാളി റെഡിയാണ്. എത്ര തക്കാളി മതി? ഒരു 5-8 കണ്ടോ? 5 കണ്ടോ? ഒരു 3/4 കിലോ തക്കാളി നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ഇതിൽ ആഡ് ചെയ്തു. തക്കാളി വേകുന്നവരെ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചത്, തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേകുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ഒരു ലേശം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് പുതിന, ഒരു 2-3 ഇല്ലി കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പുതിനൻ്റെ ഒക്കെ ഒരു മണം ആയി. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്, മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ നമ്മളൊരു 1 ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരി ആഡ് ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ അരി എടുത്തതിൻ്റെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരി എടുത്ത പാത്രത്തിൻ്റെ 2 പാത്രം അളവിനാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് ഇത് തിളക്കുന്ന വരെ ഒഴിക്കും. അടച്ചു വെച്ചു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ടു.
ആ ഇട്ടോളി. ഇനി നമ്മൾ ഇടാൻ വേണ്ടി പോണത് ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെച്ചത് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഇളക്കുക എന്നുള്ളതാണ്. കാരണം അരിൻ്റെ എല്ലാ ഭാഗവും ഇളകണം. അത് പിന്നെ കട്ടായിട്ട് കിടക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നോക്കാം. അപ്പോൾ വെള്ളം നമ്മൾ അരിയിട്ടതിന് ശേഷം തിളക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല അടച്ചു വെച്ചിട്ട് വീണ്ടും ചെറിയ തീയിലാണ് നമ്മളിപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 2 എടുക്കുക, ഒരെണ്ണം തന്നെ മതിയാവും. ഇത് മേലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നെയ്യോടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നന്നായിട്ട് അടച്ചു. അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഇത് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. മേലെ കുറച്ച് പുതിന മല്ലിയില ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, ബാക്കിയാണ് എണ്ണ ഇടുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ആഡ് ചെയ്യണം.